കണ്ണൂർ പെരിങ്ങോം സ്റ്റേഷനിൽ SHOയെ സ്റ്റേഷനിൽ കയറി കയ്യേറ്റം ചെയ്ത് CPM നേതാക്കൾ 15 CPM നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPMന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സ്റ്റേഷനിൽ കയറിയുള്ള അതിക്രമം. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, നമ്പർ 1 കേരളത്തിൽ ഇതൊന്നും ഇന്നൊരു അത്ഭുതമേ ഇല്ല. ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് SI സഞ്ചരിക്കുന്ന പോലീസിന്റെ ഔദ്യോഗിക ജീപ്പ് തടഞ്ഞു നിർത്തി പോലീസ് ഉദ്യോഗസ്ഥനെ അസഭ്യം പറയുന്ന DYFI നേതാക്കളെ നമ്മൾ കണ്ടതാണ്. ആ കേസൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം SFIയുടെ കുറച്ച് ക്രിമിനലുകൾ മാളിനകത്തുകൂടി മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായി ഈ നാട്ടിൽ മാറിയിരിക്കുകയാണ്. ഏതാനും ദിവസം മുൻപ് കണ്ണൂരിൽ ഔദ്യോഗിക പരിപാടികൾക്കെത്തിയ വീണ ജോർജിനെ UDF കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ വ്യാപകമായി കരിങ്കൊടി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത്തരത്തിൽ പെരിങ്ങോം എന്ന സ്ഥലത്ത് വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകൻ വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുകയും ആ കരിങ്കൊടി കാണിച്ച ലീഗ് പ്രവർത്തകനെ CPMകാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഭീകരമായ മർദ്ദനം ഈ ലീഗ് പ്രവർത്തകനായ ഷജീർ ഇക്ബാലിന് നേരെ ഉണ്ടാവുകയും ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പെരിങ്ങോം ഭാഗത്തെ CPM പ്രവർത്തകനായ വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിഷ്ണു പ്രസാദിനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ കയറി CPMകാർ ഇത്തരമൊരു അതിക്രമം കാണിച്ചത്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിയെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് CPMകാർ നടത്തിയത്. ഇതിന്റെ ഭാഗമായി അവിടെ CPMകാർ SI അടക്കം കയ്യേറ്റം ചെയ്യാനൊരു ശ്രമവും നടത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 15 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറിയാണ് ഈ CPM പ്രവർത്തകർ ഇത്തരം ഒരു അതിക്രമം കാണിക്കാൻ ശ്രമിച്ചത്. കാരണം ബലം പ്രയോഗിച്ച ഈ വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന CPM പ്രവർത്തകനെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ CPMകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസുകാരനെ വളരെ മോശമായി തെറി പിടിക്കുകയും നിന്നെ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുകൊണ്ടാണ് ഈ 15 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. CPM പ്രവർത്തകരായ സിദിൻ, നിതിൻ, രാധാകൃഷ്ണൻ, മനീഷ്, വിഷ്ണു പ്രസാദ് കൂടാതെ ഒരു 10 കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർച്ചയായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു. പോലീസിന് പോലും സുരക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വാദം ശക്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗൗതം.